നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാളത്തിലെ പര്യായ പദങ്ങൾ, വിപരീത പദങ്ങൾ എന്ന് പറയുന്ന രണ്ട് സെക്ഷനും കുറച്ച് ക്വസ്റ്റ്യൻസും ആണ്. അപ്പം ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരും അല്ലെങ്കിൽ മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നവർ 10th ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, +2 ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, ഏതിനു വേണ്ടിയിട്ട് കേറ്റിട്ട് ആണെങ്കിലും സാരമില്ല, എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പര്യായ പദം, വിപരീത പദം, അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, മാൻ എന്നതിൻ്റെ പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? പര്യായ പദം ഏതാണ്? മാനിൻ്റെ പര്യായ പദം. ഇതിനകത്ത് മാനിൻ്റെ പര്യായ പദം എന്ന് പറയുന്നത് ഹരിണമാണ്. ഓപ്ഷൻ ബി, ഹരിണമാണ് മാനിൻ്റെ പര്യായ പദം. അപ്പം മാനിൻ്റെ പര്യായ പദം ഏതാണ്? ഹരിണം. ക്വസ്റ്റ്യൻ നമ്പർ 2, താഴെ കൊടുത്തവയിൽ ചെവിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഒരെണ്ണം ചെവിയുടെ പര്യായ പദമല്ല, ബാക്കിയെല്ലാം തന്നെ അപ്പം ചെവിയുടെ പര്യായ പദമാണ്. കർണം ചെവിയുടെ പര്യായ പദമാണ്, സ്ത്രോത്രം ചെവിയുടെ പര്യായ പദമാണ്, ശബ്ദഗ്രഹം അതും ചെവിയുടെ പര്യായ പദമാണ്, ജിഹ്വ എന്നുള്ളത് ചെവിയുടെ പര്യായ പദം അല്ല. അപ്പോൾ ചെവിയുടെ പര്യായ പദങ്ങളാണ് കർണം, സ്ത്രോത്രം, ശബ്ദഗ്രഹം. ജിഹ്വ പര്യായ പദമല്ല. ഇല എന്നർത്ഥം വരാത്ത ശബ്ദം ഏത്? ഇല എന്ന് അർത്ഥം വരാത്ത ശബ്ദം ഏത്? അപ്പം ഇലയുടെ പര്യായ പദങ്ങളാണ് ഇതിനകത്ത് 3 എണ്ണം. ഒന്ന് പർണം, പത്രം, പലാശം. 3 എണ്ണം ഇലയുടെ പര്യായ പദങ്ങളാണ്. അല്ലാത്തത് ബഗുളം. ഓപ്ഷൻ ഡി, ബഗുളമാണ് ഇലയുടെ പര്യായ പദം അല്ലാത്തത്. അപ്പം ഇല എന്ന് അർത്ഥം വരാത്ത ശബ്ദം ഏതാണ്? ഓപ്ഷൻ ഡി, ബഗുളമാണ്. അപ്പോൾ ഇലയുടെ പര്യായ പദങ്ങളാണ് പത്രം, പർണം, പലാശം. അടുത്ത രക്തം എന്നർത്ഥമുള്ള ശബ്ദം ഇതിലേതാണ്? എല്ലാവർക്കും എളുപ്പം അറിയാവുന്നതാണ്, ശോണിതമാണ് അല്ലേ? ശോണിതമാണ് രക്തം എന്നർത്ഥമുള്ള ശബ്ദം, അഥവാ രക്തത്തിന്റെ പര്യായ പദം ശോണിതം. 5, പാൽ എന്നതിന് സമാനമായ അർത്ഥമില്ലാത്ത ശബ്ദം ഏതാണ്? പാലിന്റെ പര്യായ പദം അല്ലെങ്കിൽ പാലെന്ന് പറയാതിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ശ്വേതം എന്നാണ്. പാലിന്റെ പര്യായ പദമല്ല. അല്ലെ, ശ്വേതം മീൻസ് വെള്ള എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. എന്നാൽ പയസ്, ക്ഷീരം, ദുഗ്ധം ഇതെല്ലാം എന്താണ്? പാലിന്റെ പര്യായ പദങ്ങളാണ്. ശ്വേതം മീൻസ് എന്താണ്? അത് പാലെന്നുള്ളൊരു അർത്ഥമില്ല, വെള്ള കളർ എന്നുള്ള ഒരു അർത്ഥം മാത്രമേ. താഴെ പറയുന്നവയിൽ കുയിലിന്റെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ്? അതായത് കുയിലിന്റെ പര്യായ പദം ഒരെണ്ണം താഴെ പറയുന്നതിനകത്തുണ്ട്, അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ബർഹി, പികം, കേകി, വായസം. ഇതിനകത്ത് പികം എന്ന് പറയുന്നത് കുയിലിന്റെ പര്യായ പദമാണ്. എന്താണ്? പികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുയിലിന്റെ പര്യായ പദമാണ്. കുയിലെന്ന് തന്നെയാണ് മീനിങ് പികം. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ്. 7, പൂവിന്റെ പര്യായമായി വരുന്ന ഒരു പദത്തിന് നെൽപ്പൊരി എന്നുകൂടി അർത്ഥമുണ്ട്. പദമേത്? എന്താണ്? പൂവിന്റെ പര്യായം, അതായത് പൂവിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര്, അതിന്റെ മറ്റൊരു മീനിങ് ആണ് നെൽപ്പൊരി. അത് ഏതാണ്? അലർ, മലർ, മണി, അലരി. എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടുന്ന പേരാണ് മലര് അല്ലേ? നമ്മൾ കഴിക്കുന്ന മലര്, നമ്മൾ പൂവിനും മലരെന്ന് പറയാറുണ്ട്. അതുപോലെ നെല്ലിന്റെ പൊരിയെയാണ് നമ്മൾ മലര് അല്ലെ? മലരും അവിലിനകത്തെ മലര്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 8, രാത്രിയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ്? അപ്പം രാത്രി എന്ന് പറയുന്ന ശബ്ദം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. നിശീതിനിയാണോ, യാമിനി, രജനി അല്ലെ? ഇതെല്ലാം എന്താണ്? രാത്രിയുടെ പര്യായമാണ്. കുമുദിനി രാത്രിയുടെ പര്യായമല്ല. അപ്പം നിശീതിനി എന്ന് പറയത്തില്ലേ? നിശീതിനി പാട്ടൊക്കെ തന്നെയുണ്ട്. യാമിനി നമ്മൾ രാത്രിയെ പറയാറുണ്ട്, രജനി എന്ന് പറയാറുണ്ട്. എന്നാൽ കുമുദിനി എന്ന് പറയുന്നത് രാത്രിയുടെ പര്യായ പദം അല്ലാത്തതാണ്. 9, താഴെ പറയുന്നവയിൽ ചിലങ്കയുടെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ്? ചിലങ്കയുടെ പര്യായ പദമായി വരുന്ന ഒരു ശബ്ദമേ ഉള്ളൂ. ഓപ്ഷൻ ഡി, മഞ്ജീരം. മഞ്ജുഷ, മഞ്ജരി, മഞ്ജിഷ്ട ഇതൊന്നുമല്ല. മഞ്ജീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലങ്ക എന്നാണ് അർത്ഥം. 10, വസ്ത്രത്തിനും ആകാശത്തിനും ഒരുപോലെ പര്യായമായി ഉപയോഗിക്കാൻ കഴിയുന്ന ശബ്ദം. ഡ്രസ്സും അല്ലെങ്കിൽ അതുപോലെ ആകാശം രണ്ടിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് താഴെയുണ്ട്, ഏതാണെന്നാണ് ചോദ്യം. അമ്പരമാണ് ആൻസർ കേട്ടോ. അമ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം എന്നും അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ആകാശം എന്നും അർത്ഥമുണ്ട്. 11, മേഘത്തിന്റെ പര്യായമായി വരുന്ന ശബ്ദം താഴെ പറയുന്നവയിൽ ഏതാണ്? മേഘം എന്നുള്ളതിന്റെ അർത്ഥമായി വരുന്നത് നീരജം, വാരിജം, ജലജം, വാരിതം. ഓപ്ഷൻ ബി, വാരിതമാണ് മേഘത്തിന്റെ പര്യായം, വാരിതം. 12, ബാല്യമൻ ജീവിതവാസരം തന്നെ കലിതാഭമായ കാലം. ഈ വരികൾ പ്രഭാതത്തിന്റെ പര്യായമായി. ബാല്യമൻ ജീവിതവാസരം തന്നെ കാല്യം കലിതാഭമായ കാലം. ഈ വരികളിൽ പ്രഭാതത്തിന്റെ പര്യായമായി പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്?
ഓപ്ഷൻ സി കാല്യം എന്നുള്ളതാണ് കേട്ടോ. ബാല്യമൻ ജീവിതവാസനം തന്നെ കാല്യം കാലിതഭാവമായ കാലം എന്ന് പറയുന്നതിനകത്ത് കാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ പര്യായമാണ്? പ്രഭാതം അഥവാ രാവിലെ എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത് കാല്യം എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 13 നക്ഷത്രം എന്ന് അർത്ഥമില്ലാത്ത ശബ്ദം ഏതാണ്? നക്ഷത്രം എന്ന് അർത്ഥം ഇല്ലാത്ത ശബ്ദം ഏതാണെന്നാണ് ചോദ്യം. ഋഷം, ഉഡു, വത്സം, താരകം. ഇതിനകത്ത് ഓപ്ഷൻ സി വത്സമാണ് നക്ഷത്രത്തിന്റെ പര്യായമല്ലാത്തത്. ഋക്ഷം അല്ലെങ്കിൽ ഉഡു, താരകം. താരകം നമുക്കറിയാം, ഉഡു നമുക്കറിയാം. വൃക്ഷവും കൂടെ നക്ഷത്രത്തിന്റെ പര്യായമാണെന്ന് പഠിച്ചു വയ്ക്കുക. 14 ഉറുമ്പിന്റെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ്? ഇതിനകത്ത് ഒരെണ്ണം ഉറുമ്പിന്റെ പര്യായമാണ്. അതേതാണ്? ഓപ്ഷൻ ബി പിപീലിക എന്നുള്ളതാണ്. പിപീലിക എന്നുള്ളത് ഉറുമ്പിന്റെ പര്യായമായി വരുന്നതാണ്. പിപീലിക. 15 കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദം. കലപ്പയുടെ പര്യായം അല്ലാത്ത ശബ്ദം. അപ്പോൾ 3 കലപ്പയുടെ പര്യായം, ഒരെണ്ണം അല്ല. ഓപ്ഷൻ എ ഹലം, ഓപ്ഷൻ ബി ലാംഗലം, കരി എന്നുള്ളത് കലപ്പയുടെ പര്യായമാണ്, എന്നാൽ അല്ലാത്ത ശബ്ദമാണ്. കീരം എന്നുള്ളത് കലപ്പയുടെ പര്യായമല്ല. അപ്പോൾ ബാക്കി ഇത്രയും കൂടെ നോട്ട് ചെയ്ത് കലപ്പയുടെ പര്യായപദമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16 കണ്ണാടി എന്ന അർത്ഥം വരാത്ത ശബ്ദം ഏത്? ഓപ്ഷൻ എ ദർപ്പണം, ഓപ്ഷൻ ബി ഉപലം, ഓപ്ഷൻ സി ആദർശം, ഓപ്ഷൻ ഡി മുകുരം. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ഏതൊക്കെയാണ് കണ്ണാടിയുടെ പര്യായമായിട്ട് വരുന്നത്? ദർപ്പണം വരും, ഉപലം വരും, മുകുരം വരും. ആദർശം കണ്ണാടിയുടെ അർത്ഥം വരാത്ത ഒരു ശബ്ദമാണ്. 17 താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതാണ്? കുങ്കുമം, രോഹിതം, ഗുഹ, കന്ദരം, ചന്ദനം, പാടീരം, തവള, ദർദുരം. ഇതിനകത്ത് ചേരാത്തത് ഏതാണെന്നാണ് ചോദ്യം. കുങ്കുമം, രോഹിതം, ചന്ദനം, പാടീരം, തവള, ദർദുരം. ഇതിനകത്ത് ഏതോ ഒരെണ്ണം അതിന്റെ പര്യായമല്ല. ഗുഹ, കന്ദരം എന്നുള്ളതാണ് ആൻസർ. ഗുഹ, കന്ദരം തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആമ്പൽ എന്ന പദത്തിന്റെ പര്യായം ഏതാണ്? ആമ്പൽ എന്ന പദത്തിന്റെ പര്യായം ഓപ്ഷൻ സി കുമുദമാണ്. നളിനം, കരിണി, ഹാടകം ഒന്നും ആമ്പൽ എന്ന അർത്ഥമില്ല. കുമുദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആമ്പൽ എന്നാണ് മീനിങ്. അടുത്തത് 19 തലമുടി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? തലമുടി എന്ന അർത്ഥം വരുന്ന പദം താഴെ തന്നതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. അത് ആൻസർ എല്ലാവർക്കും കിട്ടും. വേണി എന്നാണ് അല്ലെ. വേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി എന്നാണ് അർത്ഥം. ശ്രേണിയല്ല, വാണിയല്ല, ദ്രൗണിയല്ല. വേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി എന്നാണ് അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 20 കുതിര എന്ന അർത്ഥം വരാത്ത ശബ്ദം ഏതാണ്? കുതിര എന്ന അർത്ഥം വരുന്നത് അപ്പോൾ 3 ഉണ്ട്, വരാത്തത് 1 ഉണ്ട്. ഓപ്ഷൻ സി ആണ് ശ്വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുതിരയല്ല. അപ്പൊ കുതിരയ്ക്ക് ഏതൊക്കെ പര്യായങ്ങളുണ്ട്? ഹയം, വാജി, തുരകം. ഇത് ഇത്രയും കുതിരയുടെ പര്യായ പദങ്ങളാണ്. അടുത്തത് 21 തേര് എന്നതിന്റെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ്? തേര് എന്നതിന്റെ പര്യായമായി വരുന്ന ശബ്ദമാണ് ഏതാണ്? ഇതിനകത്ത് ഒരെണ്ണമാണ് തേരിന് പര്യായമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് മഞ്ചം എന്നുള്ളതാണ് തേരിന്റെ. 22 കൂപ്പുകൈ എന്ന അർത്ഥം വരുന്ന ശബ്ദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി അഞ്ജലി. നമ്മൾ പറയില്ല അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൂപ്പുകൈ. അഞ്ജലി എന്നാണ് കൂപ്പുകൈയുടെ മീനിങ്. 23 ഭൂമിയുടെ പര്യായം അല്ലാത്ത ശബ്ദം. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭൂമിയുടെ പര്യായമായതാണ് ധരണി, ധരിത്രി, ക്ഷോണി. അപ്പൊ കരിണി നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. ഓപ്ഷൻ സി കരിണിയാണ് ഭൂമിയുടെ പര്യായപദം അല്ലാത്തത്. അപ്പൊ പര്യായപദമായത് ഏതൊക്കെയാണ്? ധരണി, ക്ഷോണി, ധരിത്രി എന്നുള്ളതാണ്. അടുത്ത സൂകരം എന്ന പദം ഏതിന്റെ പര്യായമാണ്? സൂകരം എന്ന പദം ഓപ്ഷൻ ബി പന്നി എന്നാണ് അർത്ഥം കേട്ടോ. ഓപ്ഷൻ ബി പന്നി. സൂകരം പന്നി എന്നാണ്. അടുത്തത് വിപരീത പദങ്ങൾ നോക്കാം. അച്ചം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? അച്ചം എന്ന പദത്തിന്റെ വിപരീത പദം അനച്ചം. എന്താണ്? അച്ചം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഓപ്ഷൻ ബി അനച്ചം. 2 അമരം എന്നതിന്റെ വിപരീത പദം ഏതാണ്? അമരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അണിയം എന്നാണ് കേട്ടോ. അമരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അണിയം. അമരം, അണിയം. അമരത്ത് നിന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് ആണ് അണിയം. 3 അഗ്രജൻ എന്നതിന്റെ വിപരീത പദം എന്താണ്? അഗ്രജൻ. ഓപ്ഷൻ ഡി അവരജൻ. എന്താണ്? അവരജൻ എന്നാണ് അഗ്രജന്റെ ഓപ്പോസിറ്റ്. അഗ്രജൻ, അവരജൻ. അച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ്? അനച്ചം. അമരം എന്താണ്? അണിയം. അതുപോലെ അസ്തമയം എന്നതിന്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി ഉദയം അല്ലെ. അതെല്ലാവർക്കും അറിയാം. ആദാനത്തിന്റെ വിപരീത പദം. ആധാനത്തിന്റെ വിപരീത പദമാണ് പ്രധാനം. ഈ ദായല്ല, പ്രധാനം. അടുത്തത് ആന്തരം എന്നതിന്റെ വിപരീത പദം എന്താണ്? ആന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബാഹ്യം, അകം, പുറം എന്നുള്ള മീനിങ്.
7 താഴെ നൽകിയ ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആയം ഓപ്പോസിറ്റ് വ്യയം, ഉത്പതിഷ്ണു അനുത്പതിഷ്ണു, ഉജ്ജ്വലം അലസം, ഊഷരം ഉർവരം. ഇതിനകത്ത് ഒരു ജോഡി തെറ്റാണ്. അതേതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ഉത്പതിഷ്ണു അനുത്പതിഷ്ണു. അപ്പം ശരി, ആയത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? വ്യയം. ഉജ്ജ്വലം അലസം, ഊഷരം ഉർവരം. ഇതെല്ലാം കറക്റ്റായിട്ടുള്ള ജോഡികളാണ്. അപ്പോൾ ഇതിൽ ഏത് ചോദിച്ചാലും നമ്മൾ ഓപ്പോസിറ്റ് എഴുതണം. 8 ഋജു എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഋജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്താണ്? വക്രം എന്നാണ് മീനിങ്. എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്? വക്രം. കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്ഷൻ ബി കൃതജ്ഞത എന്നുള്ളതാണ്. 10 ഉദാരൻ എന്നതിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ സി കൃപണൻ എന്നാണ്. ഉദാരൻ കൃപണൻ, കൃപണൻ. പുരോഗതി എന്നതിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ ബി പശ്ചാത്ഗതി. എന്താണ്? പുരോഗതി എന്നതിന്റെ വിപരീത പദമാണ് പശ്ചാത്ഗതി എന്ന് പറയുന്നത്. പശ്ചാത്ഗതി. 12 മോദം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? ഖേദം. മോദം ഖേദം എന്നുള്ളതാണ് വിപരീത പദം. 13 വിശാലം എന്നതിന്റെ വിപരീത പദം എന്താണ്? വിശാലം ഓപ്ഷൻ സി സങ്കുചിതം. വിശാലമായി ചിന്തിക്കുക, സങ്കുചിതമായി ചിന്തിക്കുക. 14 തെറ്റായ വിപരീത പദം രേഖപ്പെടുത്തിയിരിക്കുന്ന ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉജ്ജ്വലം അലസം, ഉദ്ധതം ശാന്തം, സ്ഥാവരം അസ്ഥാവരം, കൃശം മേതുരം. ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി സ്ഥാവരം അസ്ഥാവരം എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ ഉജ്ജ്വലം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഉജ്ജ്വലം അലസമാണ് ഓപ്പോസിറ്റ്. ഉദ്ധതം ശാന്തം, കൃശം മേതുരം. ഇനിയും സ്ഥാവരം അസ്ഥാവരം എന്നുള്ളത് തെറ്റായതുകൊണ്ട് ഇത് മാത്രം തെറ്റ്, ബാക്കിയെല്ലാം അതുപോലെ പഠിക്കാം. 15 ഗൗരവം എന്നതിൻ്റെ വിപരീതം എന്താണ്? ഗൗരവം എന്നതിൻ്റെ വിപരീത പദമാണ് ലാഘവം എന്നുള്ളത്. ഗൗരവം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി ലാഘവം. ത്യാജ്യം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ത്യാജ്യം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഗ്രാഹ്യം. ത്യാജ്യം ഗ്രാഹ്യം. 17 വിപരീത പദം കണ്ടെത്തുക. ദൃഢം. ഇതിപ്പോ സ്ഥിരം ചോദ്യമാണ്. ദൃഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഥിലം എന്നാണ് മീനിങ് കേട്ടോ. ദൃഢം ഓപ്ഷൻ ബി ശിഥിലം. ഉത്തരം എന്നതിന്റെ വിപരീത പദം എന്താണ്? ഉത്തരം ദക്ഷിണം. ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയില്ലേ, അപ്പൊ ഉത്തരത്തിന്റെ ഓപ്പോസിറ്റ് ദക്ഷിണം. 19 ഉത്കൃഷ്ടം എന്നതിന്റെ വിപരീത പദം എന്താണ്? ഉത്കൃഷ്ടം എന്നതിന്റെ വിപരീത പദം അപകൃഷ്ടം. 20 മിഥ്യ എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? മിഥ്യയുടെ വിപരീത പദം തഥ്യ എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി തഥ്യ. ക്ഷണികം എന്നതിന്റെ വിപരീത പദം എന്താണ്? ക്ഷണികമായിട്ടുള്ളത് ശാശ്വതം. ഇച്ചിരി നേരത്തേക്കുള്ളത് ശാശ്വതമായിട്ടുള്ളത്. ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ജാഗരണം ഓപ്ഷൻ സി സുഷുപ്തി എന്നാണ് കേട്ടോ. സുഷുപ്തി. 23 സ്തുതി എന്നതിന്റെ വിപരീത പദവി നിന്ന സ്തവം കൃതജ്ഞത. ഏതാണ്? സ്തുതി ഓപ്ഷൻ ബി ആണ്. നിന്ന സ്തുതിക്കുക, നിന്ദിക്കുക. 24 രഹിതം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. രഹിതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? രഹിതം ഓപ്ഷൻ ഡി ആണ്. സഹിതം. രഹിതം സഹിതം. 25 വിപരീത പദം ഏത്? ഉഗ്രം. ഉഗ്രത്തിന്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി ശാന്തം. ഉഗ്രരൂപം ശാന്തരൂപം. പ്രത്യക്ഷം എന്നതിന്റെ വിപരീതം എന്താണ്? പ്രത്യക്ഷം ഓപ്ഷൻ സി പരോക്ഷം എന്നാണ്. അബദ്ധം എന്നതിന്റെ വിപരീത പദം എന്താണ്? അബദ്ധം ഓപ്ഷൻ ഡി സുബദ്ധം. സുബദ്ധം. ശീതളം. അതിന്റെ ശീതളം തണുത്തത് എന്നുള്ള മീനിങ് ഊഷ്മളം അല്ലെ. ശീതളത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഊഷ്മളം. അപ്പൊ ഇത്രയുമാണ് വിപരീത പദത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ വിപരീത പദം പര്യായപദം കൃത്യമായിട്ട് തന്നെ നോക്കിക്കൊണ്ട് പോവുക. സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.